സിബിനും പൂജയും ആരോഗ്യപരമായ കാരണങ്ങളാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് ബിഗ് ബോസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് അകത്തുള്ളവർക്കൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും. അപ്സരയൊക്കെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അയ്യോ എന്നാലും സിബിൻ പോയോ എന്ന് അപ്സരയും ഗബ്രി അപ്പം ഇനി 17 പേർ എന്ന് ഗബ്ര ലാഭത്തിന് എണ്ണുന്നുണ്ട്. നമുക്കറിയാം അതിനകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും സന്തോഷം തന്നെ ആയിരിക്കും. കാരണം ഏറ്റവും സ്ട്രോങ് ആയ 2 പേരാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും കോമ്പറ്റീഷൻ കുറയുകയാണല്ലോ. പക്ഷേ ഇന്നും ഇന്നലെയായിട്ട് ബി ലൈവ് കാണുന്നവർക്കറിയാം, കാറ്റ് പോയ ബലൂൺ പോലെ, അല്ലെങ്കിൽ ഉറക്കഗുളികയുടെ എഫക്റ്റ് ആയിരുന്നു. ഉറങ്ങി തൂങ്ങും ലൈവ് കണ്ട. ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല കാണാൻ. ഇത് എങ്ങോട്ടേക്കാണ് BB6ന്റെ പോക്ക്? സിബിനെ പോലെ ഒരു ഓൾറൗണ്ടർ, കോണ്ടന്റുകൾ വാരി വിതറാൻ കഴിവുള്ള ഒരാൾ മൊത്തം വന്ന ശേഷം ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബിഗ് ബോസിന്റെ ഗ്രാഫ് തന്നെ എടുത്ത് പൊക്കി വെക്കാൻ കഴിവുള്ള ഒരാളെയൊക്കെ ഇങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത്? കഴിഞ്ഞ സാറ്റർഡേ എപ്പിസോഡ് മാത്രമാണ് ഈ ഷോ ഇങ്ങനെ മാറ്റിമറിച്ചത്. എന്ത് പറയാനാ? അപ്പം നിങ്ങൾ കുറേ പേരെ കമൻറ്റ് വരും, ഇത് സാധാരണയാണല്ലോ, അയാൾ എത്ര നെഗറ്റിവിറ്റി അതിനകത്ത് ചെന്ന് കാണിച്ചിരിക്കുന്നു എന്ന്. അത് അയാളുടെ ഗെയിമാണ്. അയാൾ ചെസ്സ് കളിക്കണ മാതിരിയാണ് കളിച്ചിരുന്നത്. ഞാൻ ഈ കോയിൻ മൂവ് ചെയ്യാൻ പോവാണ്, ഞാൻ ഈ കോയിൻ മൂവ് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് എന്താ റിയാക്ഷൻ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കുകയായിരുന്നു. അത് അയാളുടെ പാറ്റേൺ ആണ്. അയാൾ ഒരേ കോണ്ടന്റ് അല്ല തിരിച്ച് തന്നുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എടുക്കാം. അവരെന്താ സെയിം കോണ്ടന്റ് ആണ് ഡെയിലി. പ്രേമം അതന്നെ ഡെയിലി തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് മടുക്കും. പക്ഷെ സിബിന് അങ്ങനെ ആയിരുന്നില്ല. ഓരോരു തമ്മിൽ കൂട്ടിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഔട്ട്കം ആണ് കിട്ടുന്നത്. മടുക്കാത്തൊരു ഗെയിമായിരുന്നു. സിബിൻ പൊന്മുട്ടയിടുന്ന ഒരു താറാവായിരുന്നു. അത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ BB ടീമിന് അറിഞ്ഞില്ല. അതേപോലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു രതീഷ് ആദ്യത്തെ 2-3 ദിവസം വെറുപ്പിക്കലായിരുന്നെങ്കിലും പിന്നെ ജിൻഡോ ആയിട്ടുള്ള കോംബോ അതിഗംഭീരമായിരുന്നു. അതൊക്കെ BBക്ക് യൂട്ടിലൈസ് ചെയ്യായിരുന്നു. നേരത്തെ രതീഷിനെ ഔട്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ പോലും ഇവരുടെ ഈ കോംബോ ഹിറ്റായ ഉടനെ ആ പ്ലാൻ മാറ്റി രതീഷിനെ അവിടെ നിർത്തേണ്ടതായിരുന്നു. ഇങ്ങനെ പല സ്ഥലത്ത് പാളി എല്ലാ സ്ട്രോങ് ഗെയിമേഴ്സും ഔട്ടായി ഇപ്പം ഏകദേശം ഉറക്ക ഗുളിക പോലെ അവിടെ നിൽക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ജാസ്മിനും ഗബ്രിക്കും സെയിം ലവ് കോംബോ, സെയിം കാര്യങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നോറയ്ക്ക് ടാർഗറ്റ് ഇല്ല. ജാൻമണി പോയി എന്ത് ചെയ്യണമെന്നറിയാതെ നോറ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അഭിഷേക് ശ്രീകുമാർ. ടാർഗറ്റ് ചെയ്ത് പോയത് മറ്റേ അഭിയാണ്. അതും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി ആരെ ചെയ്യുന്നറിയാതെ അങ്ങേരും ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. സായി ആരെ ടാർഗറ്റ് ചെയ്തതെന്ന് പോലും അറിയില്ല. സായി എന്തിനാ പോയെന്നും അറിയാത്തൊരവസ്ഥയിലാണ് സായി അവിടെ ഉള്ളത്. വേറെ ആരാണ് അവിടെ സ്ട്രോങ് ആയിട്ടുള്ളത്? ജിൻഡോ മാത്രം എന്തൊക്കെയോ കോമഡി കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതും ഫലിക്കണമെങ്കിൽ അപ്പുറത്ത് സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും വേണ്ടേ ഏറ്റുപിടിക്കാൻ. അതുകൊണ്ട് തന്നെ മൊത്തം കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ള BB6. ചുരുക്കത്തിൽ പറഞ്ഞാൽ BB ക്രൂ എന്ന കൊരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് പൂമാലയായിരുന്നു സിബിനും രതീഷുമൊക്കെ.